കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്നൊരു കിഡിലൻ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ആപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിലെ ഫോട്ടോസിലോ അതുപോലെ നിങ്ങളുടെ ഫോണിലെ ഇമേജസിലുള്ള സ്ക്രീൻഷോട്ടിലോ ഉള്ള ടെക്സ്റ്റുകളെ, അത് എഴുതിയിട്ടുള്ള ഏത് ഭാഷയാണെങ്കിലും അതിനെ നമുക്ക് ടെക്സ്റ്റ് ഫയലാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു കിഡിലൻ ആപ്പാണ്. ഈ ആപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ പരിചയപ്പെടുത്താം. ഫോട്ടോസിൽ നിന്നും ഇമേജസിൽ നിന്നും ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഈ ആപ്പിൻ്റെ പേരാണ് ടെക്സ്റ്റ് ഫെയറി ആപ്പ്. സ്ക്രീൻഷോട്ട്സോ ഇമേജസോ ഒക്കെ അതിൻ്റെ അകത്തൊക്കെയുള്ള കണ്ടൻസ് നമുക്ക് PDF ആയിട്ട് ടൈപ്ഡ് ഫയൽസ് ആക്കി മാറ്റാനും അത് സേവ് ചെയ്ത് വെക്കാനും സെൻഡ് ചെയ്യാനും ഒക്കെ പറ്റും. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടെക്സ്റ്റ് ഫെയറി എന്ന് പറയുന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് ഓപ്പൺ ആണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഡയലോഗ് ബോക്സ് വരും, അത് അലോ ചെയ്യാം. പിന്നെ വരുന്ന ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഡൗൺലോഡ് യുവർ ലാംഗ്വേജ് ആണ്, അത് ക്ലിക്ക് ചെയ്യാം. ഇംഗ്ലീഷ് ഓൾറെഡി ഡൗൺലോഡ് ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ആപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ട് രീതിയിലാണ് നമുക്ക് ഇങ്ങനെ PDF ഫയൽ ഉണ്ടാക്കാൻ പറ്റുക. ഒന്ന്, നമുക്ക് വേണ്ട സാധനങ്ങൾ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തിട്ടും, രണ്ടാമത്തേത് നമ്മുടെ ഇമേജസിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഉള്ള ഫോട്ടോസ് സ്ക്രീൻഷോട്ട്സ് ആണ്. ഗാലറിയിൽ നിന്നുള്ള പിക്ക് എടുത്തിട്ട് അതിലെ ടെക്സ്റ്റ് ഫോർമാറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഗാലറി സെലക്ട് ചെയ്തു. ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ഫയൽ ഏതാണ് വേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു പിക്കാണ് എനിക്ക് ടെക്സ്റ്റ് ഫയലായിട്ട് കിട്ടേണ്ടത്. ആദ്യം തന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് എനിക്ക് ടെക്സ്റ്റ് ഫയലായി കിട്ടേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫോർവേഡ് ചെയ്യുന്നു. ഏത് ലാംഗ്വേജിലാണോ ഈ ടെക്സ്റ്റ് വേണ്ടതെന്നാണ് ചോദിച്ചത്. ഇംഗ്ലീഷാണ്. സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ റീഡിംഗ് ടെക്സ്റ്റ് എന്ന് മേളിൽ കാണാം. സെൻറ്റൻസ് ബൈ സെൻറ്റൻസ്, വേർഡ് ബൈ വേർഡ് ആണ് സ്കാൻ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ഫയലിനെ നമുക്കിപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, എന്തെങ്കിലും കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് വേണ്ട ചേഞ്ചസ് ഈ ഒരു ടെക്സ്റ്റിൽ നമുക്ക് വരുത്താവുന്നതാണ്. ഇത് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഷെയർ ഉണ്ട്. ഷെയർ നിൽക്കുന്ന സമയത്ത് ഏത് വഴിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് കോൺടാക്റ്റ് ആണോ അത് സെലക്ട് ചെയ്ത് ഓക്കെ അടിക്കുകയാണെങ്കിൽ ആ കോൺടാക്റ്റിലേക്ക് ഈ ഒരു സാധനം ടെക്സ്റ്റ് ഫോർമാറ്റിൽ തന്നെ പോവും. ഇനി ഇത് നിങ്ങൾക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ താഴെ തന്നെ PDF എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതൊരു PDF ഫയലായിട്ടുണ്ട്. ആവശ്യമുള്ള സമയത്ത് ഈ ഒരു PDF ഫയൽ നിങ്ങൾക്ക് എടുത്ത് വായിക്കാവുന്നതാണ്. ഇനി ക്യാമറ യൂസ് ചെയ്ത് ഒരു ഫോട്ടോ എടുത്ത് എങ്ങനെയാണ് അതൊരു ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതെന്ന് നോക്കാം. ഈ ഒരു പേപ്പറാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോണത്. ഇതിലുള്ള ഒരു പാരഗ്രാഫാണ് ഞാൻ ടെക്സ്റ്റ് ഫോർമാറ്റിലാക്കുന്നത്. ക്രോപ്പ് യൂസ് ചെയ്ത് ഏതൊക്കെയാണ് വരേണ്ടത് വെച്ചാൽ ആദ്യം അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോർവേഡ് ചെയ്യുക. വേർഡ് ബൈ വേർഡ് നേരത്തെ പോലെ തന്നെ റീഡ് ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് കിട്ടിയിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സേവ് ചെയ്ത് PDF ഫയലാക്കി സേവ് ചെയ്യാനൊക്കെ പറ്റും. ഈ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നത്. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമൻറ്റ് ഇടുക. അപ്പം കൂടുതൽ അറിവുകളായിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.